സ്വീറ്റ് ഹോം സീസൺ 2 അഞ്ചാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാത്തവർ അത് പോയി കാണുക, അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല. വെൽക്കം ടു ദ മൂവി ടൈം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോൺസ്റ്റേഴ്സിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്തിയത് ബ്രദറാണെന്ന പ്രതീക്ഷയോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ഹീറോയിനെയാണ്. എന്നാൽ അവൾക്ക് അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് നമ്മുടെ മിസ്റ്ററി ഗേൾ അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവളുടെ കയ്യിലായി ആ ചുവന്ന റിബണും നമ്മൾ കണ്ടതാണ്. ഹീറോയിന്റെ പേര് പോലും അവൾക്ക് അറിയാമായിരുന്നു. ഇതെല്ലാം കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അവൾ അത് ചോദിക്കാൻ നിന്നതും ഒരു മോൺസ്റ്റർ വന്ന് അവളെ ആക്രമിക്കുന്നുണ്ട്. ഈ കുഞ്ഞു മോൺസ്റ്റർ എപ്പോഴും മിസ്റ്ററി ഗേളിനൊപ്പം ഉണ്ടാകും. അവളെ ഒന്ന് തൊടാൻ പോലും ഈ കുഞ്ഞു മോൺസ്റ്റർ സമ്മതിക്കില്ല. പിന്നീട് അവർ അവിടെ നിന്നും പോവുകയാണ്. മോൺസ്റ്ററായി മാറിയ നമ്മുടെ ഡോങ്കി സാങ്ജിയുടെ ബോഡിയും വലിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. ശരിക്കും അവളെ മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നമ്മുടെ മിസ്റ്ററി ഗേൾ ആയിരിക്കുമോ? കഴിഞ്ഞ എപ്പിസോഡിൽ ലാൻഡ് മൈൻ പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഭാഗ്യത്തിന് ഇവർക്കാർക്കും അതിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഓൾഡ് ലേഡി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് അവരെ ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് നമ്മുടെ സർജന്റ് ഇൻഹ്വാൻ. മാത്രമല്ല സ്റ്റേഡിയത്തിലെ അലാറം ഓൺ ചെയ്യണം. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആളുകളെ ഒന്ന് അലർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഈ ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച ശബ്ദം കാരണം മോൺസ്റ്റേഴ്സ് എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് സർജന്റ് ഇൻഹ്വാന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ചീഫ് മറ്റൊരിടത്തേക്ക് മാറ്റുന്നുണ്ട്. ഇത് നമ്മുടെ കിമ്മും സൈനികരും ശ്രദ്ധിക്കുന്നുണ്ട്. മോൺസ്റ്റേഴ്സ് ഇതാ സ്റ്റേഡിയത്തിന് നേരെ വരുന്നു. സ്റ്റേഡിയത്തിലെ സൈനികരെയാണെങ്കിലോ ഇവർക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം അവിടെ നിന്നും കുറച്ചു ദൂരം മാത്രമേ സ്റ്റേഡിയത്തിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതേ സമയത്ത് നമ്മുടെ ഇൻഹ്വാനും മുകളിൽ കയറി മോൺസ്റ്റേഴ്സ് വരുന്നത് കാണുന്നുണ്ട്. സൈനികരോടെല്ലാം ഇൻഹ്വാൻ അങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ കിമ്മും കൂട്ടരും പോകുന്നതിനിടയ്ക്ക് പലതരത്തിലുള്ള മോൺസ്റ്റേഴ്സിനെയും നമുക്ക് കാണാൻ സാധിക്കും. അവർ നേരെ പോകുന്നത് ഒരു പെട്രോൾ പമ്പിനടുത്തേക്കാണ്. ഗ്രൂപ്പിലെ സൈനികരെല്ലാം കരുതിയത് അയാൾ പെട്രോൾ അടിക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ്. എന്നാൽ അതിനല്ലായിരുന്നു. അവിടെ ബോംബ് വെച്ചതിന് ശേഷം മോൺസ്റ്റേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുവരണം. ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും വേണം. ഇതാണ് അവരുടെ പ്ലാൻ. പിന്നീട് അവർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മോൺസ്റ്റേഴ്സ് അങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നീട് അവർ വാഹനമെടുത്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നു. വാഹനങ്ങളുടെ സൗണ്ടും മറ്റുമെല്ലാം കേട്ട് മോൺസ്റ്റേഴ്സ് എല്ലാം നാലാ ഭാഗത്തു നിന്നും അവർക്ക് നേരെ വരുന്നുണ്ട്. ഇവരാണെങ്കിലോ മോൺസ്റ്റേഴ്സുമായി എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കാൻ നോക്കുന്നു. അപ്പോഴേക്കും പെട്രോൾ പമ്പിന്റെ പരിസരമാകെ മോൺസ്റ്റേഴ്സുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതൊക്കെ നോക്കി അവർ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതും ഡിസ്റ്റൻസ് കാരണം തന്നെ സിഗ്നൽ കട്ടാവുകയാണ്. പിന്നീട് നമ്മുടെ കിം റൂഫ് ടോപ്പും തുറന്ന് തോക്കും പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഈ സമയത്ത് ഒരുപാട് മോൺസ്റ്റേഴ്സിനെ കിമ്മിന്റെ സൈനികർ കൊന്നിരുന്നു. നമ്മുടെ കിം വെയിറ്റ് ചെയ്ത് ഒടുവിൽ പമ്പിന് ചുറ്റും കൂട്ടം കുത്തി നിൽക്കുന്ന മോൺസ്റ്റേഴ്സിന് നേരെ ഷൂട്ട് ചെയ്യുകയാണ്. അതോടെ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അതേ മോൺസ്റ്റേഴ്സിന്റെ എല്ലാം പണി തീർന്നു. അങ്ങനെ സ്റ്റേഡിയത്തിലെ ജനങ്ങളെ അവർക്ക് രക്ഷിക്കാൻ സാധിച്ചു. ഇത് നമ്മുടെ സർജന്റ് ഇൻഹ്വാനും കാണുന്നുണ്ട്. നമ്മുടെ ചാൻ സർജന്റ് ഇൻഹ്വാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഓൾഡ് ലേഡിയെ ക്വാറന്റൈൻ ചെയ്യുകയാണ്. നമ്മുടെ കിമ്മും കൂട്ടരും സ്റ്റേഡിയത്തിന് നേരെ വരുമ്പോഴാണ് ഓജുവിനെ കാണുന്നത്. പിന്നീട് അവർ നേരെ സ്റ്റേഡിയത്തിലേക്ക് എത്തി. ആദ്യം തന്നെ കിമ്മിന് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ബ്ലാസ്റ്റ് സംഭവിച്ചത് എന്നാണ്. അതെല്ലാം ഇൻഹ്വാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ചാനും അങ്ങോട്ട് വരുന്നത്. അവനായിരുന്നല്ലോ ആ ഓൾഡ് ലേഡിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നത്. ഇത് അവൻ കിമ്മിനോട് തുറന്നു പറയുകയാണ്. മാത്രമല്ല ആ ഓൾഡ് ലേഡി രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ഇവിടെ തന്നെ അവരെ ക്വാറന്റൈൻ ചെയ്തു എന്നും നമ്മുടെ ജാൻ പറയുന്നുണ്ട്. ഇത് കേട്ടതും കിമ്മിന് നന്നായി തന്നെ ദേഷ്യം വന്നു. അവനെ അയാൾ എടുത്തു പെരുമാറുകയാണ്. കാരണം അവരൊരു മോൺസ്റ്ററായി മാറുകയാണെങ്കിൽ ബാധിക്കുന്നത് ഈ സ്റ്റേഡിയത്തിലുള്ളവരെ തന്നെയല്ലേ. സർജന്റ് ഇൻഹ്വാൻ അയാളോടൊന്ന് സ്റ്റോപ്പ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇത് മാത്രമല്ലായിരുന്നു പ്രശ്നം. ഓൾഡ് ലേഡിയുടെ മേൽനോട്ടം വഹിച്ചിരുന്ന പ്ലാറ്റൂണിലെ അംഗമാണ് ജാൻ. അവന്റെ ശ്രദ്ധക്കുറവ് കാരണമല്ലേ ഓൾഡ് ലേഡി രക്ഷപ്പെടാൻ ശ്രമിച്ചതിലൂടെ വലിയൊരു ബ്ലാസ്റ്റ് സംഭവിച്ചത്. അതുകൊണ്ട് സൈനികർ സ്റ്റേഡിയത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. മോൺസ്റ്റേഴ്സ് കാരണം തന്നെ ഒരു വർഷത്തിനുള്ളിൽ പകുതിയിലധികം സൈനികരും മരിച്ചു വീണിട്ടുണ്ട്. ഇതും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഇവരുടെ കൂടെ നമ്മുടെ ഓജുനും ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡോക്ടർ ലിമിനെയാണ്. അയാളെ കാണാൻ വേണ്ടി ക്ലിനിക്കിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഫാദറായ പീറ്റർ. ഫാദർ വന്നിരിക്കുന്നത് പരിക്കേറ്റ ജീനക്ക് മരുന്നുകൾ മേടിക്കാനാണ്. അവൾക്ക് എന്തൊക്കെയോ ഹെൽത്ത് പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു. അതും മേടിച്ചുകൊണ്ട് ഫാദർ അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ക്ലിനിക്കിലേക്ക് ചാൻ ഓജുനെയും കൂട്ടി വരുന്നത്. ഓജുൻ എന്തൊക്കെയോ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിനെയും കാണിക്കുന്നുണ്ട്. അവൾക്ക് സ്റ്റേഡിയത്തിലേക്കൊന്ന് പോകണം. എന്നാൽ വഴി കണ്ടുപിടിക്കാൻ അവൾ നന്നായി തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കാണുന്നത്. അതേ നമ്മുടെ സാങ്ജിന്റെ ഡെഡ് ബോഡി. അതിങ്ങോട്ട് കൊണ്ടിട്ടതായിരിക്കാം നമ്മുടെ മിസ്റ്ററി ഗേൾ. എന്താണെന്നറിയില്ല, പുള്ളിക്കാരിക്ക് അവനെ കണ്ടപ്പോൾ സഹതാപം തോന്നുന്നുണ്ട്. അവൾ പോയ പാടെ തന്നെ അവിടെയായി മറ്റു രണ്ടുപേരെയും നമ്മൾ കാണുന്നുണ്ട്. ഇവരെ എങ്ങനെ അവൾ കാണാനാണ്? അതിലെ ഒരാളെ നമുക്ക് പരിചയമുണ്ട്, ഹിച്ച് ഹൈക്കർ. എന്നാൽ ഇവൾ ആരാണ്? അവൾ നമ്മുടെ ഹിച്ച് ഹൈക്കറിന്റെ കൂടെ
എപ്പോഴും ഉണ്ടാകും. വേണമെങ്കിൽ ഹിച്ച് ഹൈക്കറിന്റെ ഒരു ഹെൽപ്പറായി നമുക്ക് അവളെ പരിഗണിക്കാം. ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നിനുമല്ല, ഈ ഡെഡ് ബോഡിയിൽ നിന്നും ഇങ്ങനെ പലതും എടുക്കാൻ തന്നെ. ഇതേ സമയത്ത് ഓജുനെ കൊണ്ട് ചാൻ ക്ലിനിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ലിമ്മാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ ലിമ്മിനെയും വിളിച്ച് അയാൾ അവനെ വന്ന് നോക്കുന്നു. ആ കയ്യിലെ പാട് നമുക്ക് ഇപ്പോഴും കാണാം. ശരിക്കും എന്തായിരിക്കും അത്? ഡോക്ടർ ലിമ്മും ഇത് കണ്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. നമ്മുടെ ചാനാണെങ്കിലോ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവനെയും കാത്ത് നമ്മുടെ യേസിൽ അവിടെ ഉണ്ടായിരുന്നു. അവൾ ഇവനെയും പിടിച്ച് കരയുകയാണ്. എന്നാൽ എന്തിനായിരിക്കും അവൾ കരയുന്നതെന്ന് പുള്ളിക്കാരന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിനിടയിൽ നമ്മുടെ ഇൻഹ്വാനെയും ചീഫ് ജിയെയും കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് നമ്മുടെ ആ ഓൾഡ് ലേഡിയെ കുറിച്ചാണ്. അവരെ ഇവിടെ നിന്നും ഒഴിവാക്കണം എന്ന് ചീഫ് അഭിപ്രായപ്പെടുമ്പോൾ ഇൻഹ്വാൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ പ്രശ്നം സ്റ്റേഡിയത്തിലെ ആളുകളെ എങ്ങാനും ബാധിക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഇൻഹ്വാൻ ഏറ്റെടുക്കേണ്ടി വരും. ഇതും പറഞ്ഞ് ചീഫ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്താണ് കാണിക്കുന്നത് മുമ്പേ നടന്ന ബ്ലാസ്റ്റിൽ ഇൻഹ്വാനും പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഫാദർ ജീനക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അതിനുശേഷം ഫാദറിന്റെ അടുത്തേക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുപാട് ആളുകൾ വരുന്നതായും നമുക്ക് കാണാം. അപ്പോഴായി നമ്മുടെ സിയോണിയെയും കാണിക്കുന്നുണ്ട്. അവൾ ഏസിലിന്റെ ഡ്രസ് എടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് കണ്ട ഏസിലിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് അവൾ വാങ്ങി വെക്കുകയാണ്. അപ്പോഴാണ് അവൾ മറ്റൊന്ന് കാണുന്നത്, നമ്മുടെ സുയോണിന്റെ ഒരു ഡ്രോയിങ്. അവൾ വരച്ചിരിക്കുന്നത് ഫാദർ പീറ്ററിനെയാണെന്ന് ഏസിലിന് കണ്ടപാടെ മനസ്സിലായി. പിന്നീട് അവരും നേരെ ഫാദറിന്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെയാണെങ്കിലോ എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ ഫാദറിനോട് ഇങ്ങനെ തുറന്നു പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഏസിലും സുയോണും അങ്ങോട്ട് വരുന്നത്. ഫാദറിനെ കണ്ടപാടെ നമ്മുടെ സുയോൺ അവളുടെ ഇഷ്ടം ഫാദറിനോട് തുറന്നു പറയുക. ഇത് കേട്ട് ഫാദറും അവിടെയുള്ള ആളുകളുമെല്ലാം ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഒരു ഫാദറിനോട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെ ആളുകളെല്ലാം പിരിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് ഒരു ലേഡി ഫാദറിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു സഹായം ചോദിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഓജുന്റെ അമ്മയെ ഒന്ന് പോയി കാണണം. ചിലവേറിയ ഒരു സഹായമായിരിക്കും അതെന്ന് ഫാദർ അവരോട് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഇൻഹ്വാനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സർജന്റ് കിം. അയാൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, സർജന്റ് ചോയിയെ കണ്ടുപിടിക്കണം. എന്നാൽ അതിന് നമ്മുടെ ഇൻഹ്വാൻ സമ്മതിക്കുന്നില്ല. ഇനി ഇതിനു വേണ്ടി സൈനികരെ അപകടത്തിലാക്കാൻ വേണ്ടി ഇൻഹ്വാന് സാധിക്കില്ല. പിന്നീട് അവിടെ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒടുവിൽ സർജന്റ് ഇൻഹ്വാനെ കിം ഒരു ഭീരുവായി കണക്കാക്കി അവിടെ നിന്നും പോവുകയാണ്. നമ്മുടെ സൈനികർക്കിടയിലും ഒരു പ്രശ്നമുണ്ട്. ഒരു സൈനികൻ സർജന്റ് ചോയിയെ നന്നായി തന്നെ പരിഹസിക്കുകയാണ്. അയാൾ ഒരു ഒളിച്ചോട്ടക്കാരനാണ്, അല്ലെങ്കിൽ എന്തിനാണ് അയാൾ പുറത്തേക്ക് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു സൈനികന് അത് തീരെ പിടിച്ചില്ല. പിന്നീട് അയാളെ കിക്ക് ചെയ്തിടുകയാണ് ആ സൈനികൻ. ഇതെല്ലാം കണ്ട് കിമ്മിന് നന്നായി തന്നെ ദേഷ്യം വന്ന് അവരോടൊന്ന് നിർത്താനൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ഈ സംസാരമെല്ലാം നമ്മുടെ ജീനയും കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ഫാദർ കൊടുത്തിരുന്ന മരുന്നെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും നടന്നു നീങ്ങി. ഇതേ സമയത്ത് സ്റ്റേഡിയത്തിലേക്ക് നമ്മുടെ ഹീറോയിൻ പതിയെ നടന്നു വരുന്നതായും നമുക്ക് കാണാം. സ്റ്റേഡിയത്തിനകത്താണെങ്കിലോ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ട്. യോങ്സുവിന്റെ കയ്യിൽ ഒരു ബാളുണ്ട്, അത് അവന്റെ ബാളാണ്. എന്നാൽ ഈ കുട്ടികൾ പറയുന്നതോ അത് തങ്ങളുടെ ബാളാണെന്നാണ്. ഇതിന്റെ പേരിലാണ് തർക്കം. അത് തരില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ അവനെ തല്ലി വീഴ്ത്തുകയാണ്. മാത്രമല്ല അവന്റെ സിസ്റ്ററിനെയും അവർ കളിയാക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് യോങ്സുവിന് ദേഷ്യം വന്ന് അവൻ എണീറ്റ് ആ കുട്ടികളെ കണക്കിനിട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. അവൾ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതിനിടെ മറ്റൊരിടത്ത് നമ്മുടെ ഡോക്ടർ ലിം ഓജുന്റെ ബ്ലഡ് എടുത്ത് പരിശോധിക്കുകയായിരുന്നു. റിസൾട്ട് കണ്ട് അയാൾ ആകെ ഞെട്ടിപ്പോയി. ഓജുന്റെ ബ്ലഡിൽ എന്തോ ഒരു പന്തികേടുണ്ട്. ഇത് കണ്ട് എണീറ്റ് പോയി നോക്കിയപ്പോൾ ഓജുനെ അവിടെ കാണാനുമില്ല. ഇതേ സമയത്ത് അവൻ സ്റ്റേഡിയത്തിനുള്ളിലൂടെ നടന്നു പോകുന്നതായും നമുക്ക് കാണാം. ശരിക്കും അവൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതെ, അവന്റെ അമ്മയെ തിരഞ്ഞു തന്നെ. നമ്മുടെ ഗ്രീൻ ഹോം നിവാസികളാണെങ്കിലോ യോങ്സുവിന്റെ കയ്യിലുള്ള മുറിവെല്ലാം കണ്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ലേഡിക്ക് അവരൊരു മകനെ പോലെയാണ് അവനെ കാണുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മറുപടി പറയുന്നില്ല. ഈ സമയത്ത് തന്നെ ഫാദർ ഓജുന്റെ അമ്മയെ കണ്ട് സംസാരിക്കുന്നതായും നമുക്ക് കാണാം. ആ സംസാരത്തിൽ നിന്നും അവർക്ക് അവരുടെ മകനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ഓജുനെയാണെങ്കിലോ സൈനികർ പിടികൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഡോക്ടർ ലിം അങ്ങോട്ട് വരുന്നത്. ഓജുൻ തന്റെ പേഷ്യന്റ് ആണെന്നും പറഞ്ഞ് സൈനികരോട് അവനെ വിട്ടയക്കാൻ വേണ്ടി പറയുകയാണ്. പിന്നീട് ലിം ഓജുനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. ലിമ്മിന് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ഈ പാട് വന്നു? എന്നാൽ നമ്മുടെ ഓജുന് അത് പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനൊരു മിസ്റ്ററി ഗാർഡെന്നും പറഞ്ഞ് പിറുപിറുക്കുക മാത്രമാണ് ചെയ്തത്. ഇതിനിടയിൽ നമ്മുടെ ചീഫിന്റെ മനസ്സ് മാറി. അവൾ നേരെ നമ്മുടെ ഓൾഡ് ലേഡിയെ പോയി കാണുന്നുണ്ട്. ഇന്ന് അവരുടെ ലാസ്റ്റ് ക്വാറന്റൈൻ ദിവസമാണ്. നാളേക്കിനി അവരെ പുറത്തു തുറന്നുവിടും. അതോടെ അവർക്ക് അവരുടെ മകനെയും കാണാൻ സാധിക്കും. ഇതൊക്കെ കേട്ട് അവർ ഹാപ്പിയായി. ഈ സമയത്താണ് സൈനികർ ഒരു വലിയ സത്യം അറിയുന്നത്. സർജന്റ് ചോയ് എന്തിനാണ് പുറത്തേക്ക് പോയതെന്ന് സൈനികർക്ക് മനസ്സിലായി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജീനയെയാണ്. നേരത്തെ സൈനികർ പറഞ്ഞ കാര്യങ്ങളെല്ലാം
ഇതെല്ലാം കേട്ട് അവൾ ആകെ തകർന്നു പോയി. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നത്. ആദ്യമൊന്നും അവളെ മെയിൻറ്റ് ചെയ്യാതെ പോയെങ്കിലും പിന്നീട് അവൾ ജീനയെ വന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് അവളോടുള്ള സിമ്പതിയുടെ പേരിലൊന്നുമല്ല. ഓൾറെഡി ചീഫിന്റെ ഹസ്ബൻഡിനെ കൊന്ന കേസ് തന്നെ തന്റെ തലയിലാണ്. ഇനി ഇവൾ മരിച്ചതും തന്റെ പേരിലാകുമോ എന്ന് ഹീറോയിന് പേടിയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവളുടെ ജീവൻ ഹീറോയിൻ രക്ഷിച്ചത്. പിന്നീട് അവൾ നമ്മുടെ ചീഫിനെയും കാണുന്നുണ്ട്. ചീഫിനോട് ക്രൈമിന്റെ പിന്നിൽ താനല്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ടെങ്കിലും ചീഫ് അതൊന്നും കാര്യമാക്കുന്നില്ല. ചീഫിന് ആരുടെയെങ്കിലും തലയിൽ ഇപ്പോൾ ആ ക്രൈം കെട്ടിവെക്കണം. നമ്മുടെ പ്രീസ്റ്റ് ആണെങ്കിലോ നേരെ പോയി കാണുന്നത് ചാനിനെയാണ്. ചാനോട് ഹീറോയിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഫാദർ പറയുന്നുണ്ട്. ഹീറോയിൻ പുറത്തേക്ക് പോകുമ്പോൾ സാങ്ജിനും ഡോങ്കിയും ഉണ്ടായിരുന്നു. പിന്നീട് അവർ തിരിച്ചു വന്നിട്ടില്ല. അവരും മരിച്ചു കാണും. ചിലപ്പോൾ അവരെ കൊന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയായിരിക്കുമെന്നാണ് ഫാദർ പറയുന്നത്. ഇതെല്ലാം കേട്ട് ഹീറോയിനെയും തിരഞ്ഞു നടക്കുകയാണ് നമ്മുടെ ചാൻ. അപ്പോഴാണ് എക്സിറ്റിൽ ഒരു പൂച്ചയുടെയും അടുത്തിരിക്കുന്ന നമ്മുടെ ഹീറോയിനെ ചാൻ കാണുന്നത്. അവളോട് ചെന്ന് കാര്യം തിരക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒറ്റക്ക് നടക്കുന്നത്? ഈ സ്റ്റേഡിയത്തിലെ ആളുകളെ കൂടിയാണ് നിങ്ങൾ ഇങ്ങനെ അപകടത്തിലാക്കുന്നത്. എന്നാൽ അതൊന്നും അവൾ കാര്യമാക്കുന്നില്ല. അപ്പോഴായി ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുന്നുണ്ട്. ചീഫിന്റെ ഹസ്ബൻഡ് മരിച്ച ആ ദിവസം. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഹീറോയിൻ ആയിരുന്നില്ല ശരിക്കും ചീഫിന്റെ ഹസ്ബൻഡിനെ കൊന്നത്. അതൊരു ചിറകുള്ള മോൺസ്റ്റർ ആയിരുന്നു. എന്നാൽ ആ മോൺസ്റ്റർ നമ്മുടെ ഹീറോയിനെ യാതൊന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ അത് നമ്മുടെ ചായൂനായിരിക്കുമോ? ഇത് നമ്മുടെ ചാനും ശ്രദ്ധിച്ചിരുന്നു. അവനൊരു ചുവന്ന റിബണും അവിടെ കണ്ടിരുന്നു. മാത്രമല്ല ഇപ്പോഴും ഒരു ചുവന്ന റിബൺ ഹീറോയിന്റെ കയ്യിലുണ്ട്. അപ്പോഴാണ് നമ്മുടെ മിസ്റ്ററികൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അവളുടെ അടുത്തേക്ക് ഹീറോയിൻ പതിയെ നടന്നു വരികയാണ്. അവൾക്ക് ഹീറോയിന്റെ ബ്രദർ എവിടെയാണെന്ന് അറിയാമായിരുന്നു. അതിനുവേണ്ടി തന്റെ കൈ ഒന്ന് പിടിക്കണമായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ഡോക്ടർ ലിം ഓജുനെ പരിശോധിച്ചപ്പോൾ ആകെ ഞെട്ടിപ്പോയി. ഇവൻക്ക് രോഗലക്ഷണമൊക്കെ കാണുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും നോർമലാണ്. ഇനി എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ലിം. അതെന്താണെന്ന് കാണിക്കാതെ അവിടെ സീൻ കട്ടായപ്പോൾ നമ്മുടെ മിസ്റ്ററികൾ ഇപ്പോഴും കൈ നീട്ടി നിൽക്കുകയാണ്. അവളുടെ കൈ പോയി പിടിക്കാൻ നമ്മുടെ ഹീറോയിൻ നിന്നതും ചാൻ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത്. നമ്മുടെ ഈക്യോങ് ഇതാ ഒരു തോക്കും പിടിച്ച് അങ്ങോട്ട് വരുന്നു. അവളുടെ കണ്ണിന് പരിക്കേറ്റിരുന്നു. മിസ്റ്ററി ഗേളിനെയും ആവശ്യപ്പെട്ടാണ് അവൾ ഇങ്ങോട്ട് വരുന്നത്. ശരിക്കും ഇവളും മിസ്റ്ററി ഗേളും തമ്മിൽ എന്താണ് കണക്ഷൻ? ഇതും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 5 എൻഡ് ചെയ്യുന്നത്. സോ ഗൈസ്, എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.